ഒരു പാരൻറ്റ് ഒരു ബിഹേവിയറൽ ഇഷ്യൂ കാണുന്നു, ഹെൽപ്പ് സീക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷേ സ്റ്റിഗ്മയാണ്. ഞാനൊരു ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ എന്തോ പ്രശ്നമുണ്ട് എന്ന് എല്ലാവരും പറയുമോ, ഇനി ഇവൻ എന്തോ കുഴപ്പക്കാരനാണെന്ന് പറയുമോ, ഇത്തരം ഒരുപാട് ആശങ്കകൾ പാരൻസിനുണ്ടാവും. അതിനെ എങ്ങനെയാണ് കാണുന്നത്? എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളൊരു സഹായം സീക്ക് ചെയ്യുക എന്നുള്ളത്, നോർമലൈസ് ചെയ്യുക എന്നുള്ളത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ്? അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ കേട്ടിട്ടുള്ളൊരു വാക്ക് പേരൻസിൻ്റെ മെൻ്റൽ പീസ് ഇമ്പ്രൂവ് ആയി എന്നുള്ളതാണ്. യെസ്. സോ ഇഫ് യു വാണ്ട് യുവർ മെൻ്റൽ പീസ് ടു ബി ഇംപ്രൂവ്ഡ് യു ഹാവ് ടു കം ടു അസ്. അത്രേ ഉള്ളൂ. വെച്ചാൽ നമ്മൾ എന്തിനാണ് വേറെ ആളുകൾ പറയുന്നത് നോക്കുന്നത്? നമ്മുടെ മക്കളും നമ്മുടെ സമാധാനമാണ് ഏറ്റവും പ്രയോറിറ്റി. ഇപ്പം നമ്മൾ റീൽസിലൊക്കെ കാണുന്നില്ല, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്ട്, എവറിത്തിങ് ലൈക്ക് ദാറ്റ്. ഇഫ് യു ആർ നോട്ട് അപ്ലൈയിങ് ഇറ്റ് ടു അസ് ആൻഡ് വാട്ട്സ് എ തിങ് ഇൻ നോർമലൈസിങ് ഓർ ബൂസ്റ്റിംഗ് ദാറ്റ്, അല്ലേ? അത് ഒരു കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം, അതോടൊപ്പം തന്നെ നമുക്കും വേണ്ടി ജീവിക്കണം. നമ്മുടെ മക്കളൊരു ബിഹേവിയർ കൺസേൺ ആയിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് ഒരു സംസാര കുറവായിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകളായിട്ടോ നിൽക്കുമ്പോൾ നമ്മൾ എത്ര ഹാപ്പി ആയിരിക്കുമോ? ഇല്ല. നമുക്ക് എപ്പോഴും അതൊരു വറിയല്ലേ, നമുക്ക് എപ്പോഴും ഒരു കൺസേൺ അല്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെൻ്റൽ പീസ് അവിടെ കോംപ്രമൈസ്ഡ് ആണ്. സോ ഫസ്റ്റ് നമ്മൾ നമ്മുടെ മെൻ്റൽ പീസിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് മികച്ചൊരു ഫ്യൂച്ചറിലേക്കുമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇപ്പം നമ്മുടെ ടൈമും നമ്മുടെ എനർജിയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് എന്താ തെറ്റുള്ളത്?